നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ ഏറെ വേറിട്ട രീതികളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തിയാണ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. സൈക്കിളിലൂടെ നാട് ചുറ്റിയുള്ള പ്രചാരണവും ഫ്ലെക്സുകൾ പരമാവധി ഒഴിവാക്കി ചെലവ് കുറച്ചുകൊണ്ട് നടത്തിയ പ്രചാരണവുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 2023 37,000-ലധികം വോട്ടിന് നിയമസഭയിലെത്തിയ ചാണ്ടി ഉമ്മൻ വളരെ പെട്ടെന്ന് തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ മുഖമായി മാറുന്നത്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചവേളയിൽ ചാണ്ടി മന്ത്രിയാകുമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. എങ്കിലും ഇന്നത്തെ സത്യപ്രതിജ്ഞാ ദിനത്തിലും തന്റെ വേറിട്ട ശൈലിയിലൂടെ ശ്രദ്ധേയനാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ജഗതിയിലെ വീട്ടിൽ നിന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം വാഹനമില്ലാതെ നടന്നാണ് എത്തിയത്. ഇത് സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയാണ്. ലൂസിഫർ എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ജനപ്രിയ കഥാപാത്രം തന്റെ അണികൾക്കൊപ്പം മാസായി നടന്നു വരുന്ന പ്രശസ്തമായ സിനിമാ രംഗത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ചാണ്ടി ഉമ്മന്റെ വരവെന്നാണ് ആരാധകരും സൈബർ ലോകവും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് ഇത്തരമൊരു വേറിട്ട രീതി സ്വീകരിച്ചു എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന സത്യപ്രതിജ്ഞയാണിന്ന്. 15 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. എൻ്റെ നാട്ടിലെ ജനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം കൂട്ടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നടന്നു പോകാമെന്ന് തീരുമാനിച്ചതെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മന്ത്രിസ്ഥാനമില്ലെങ്കിലും ഉമ്മൻചാണ്ടിയെ പോലെ അണികളെയും ജനങ്ങളെയും നെഞ്ചോട് ചേർത്തുള്ള ചാണ്ടി ഉമ്മൻ്റെ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി മോഡൽ യാത്ര രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സൈബർ ഇടങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. മന്ത്രിയാകാത്തതിൽ തനിക്ക് സങ്കടമില്ലെന്ന് ചാണ്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു. ജനങ്ങൾക്കൊപ്പം നിൽക്കാനും അവർക്കായി പ്രവർത്തിക്കാനും തനിക്ക് മന്ത്രിസ്ഥാനം ആവശ്യമില്ലെന്നും ഏതെങ്കിലും പദവി വേണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്ന കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപേ വ്യക്തമാക്കിയതാണെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ചാണ്ടിയെ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് നിൽക്കാതെ പോകാൻ തുടങ്ങിയ പ്രവർത്തകരെയും ചാണ്ടി സമാധാനിപ്പിച്ചു. ചടങ്ങിന് വേദിയിലെത്തിയ ചാണ്ടി ഉമ്മന് വലിയ കയ്യടിയാണ് ലഭിച്ചത്. ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനും മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമാകാനും പലപ്പോഴും ചാണ്ടി ഉമ്മന് സാധിക്കാറുണ്ട്. നേരത്തെ പ്രചാരണത്തിൽ ബോർഡും പോസ്റ്ററും ബാനറുകളും ഒക്കെ ഒഴിവാക്കിയതിലൂടെ 79 ലക്ഷം രൂപ ലാഭിക്കാനായെന്നും അത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഭവന പദ്ധതിക്കായി ചെലവഴിക്കുമെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിരുന്നു. ആ ഉദ്ദേശത്തോടെ തന്നെയാണ് പോസ്റ്ററും ബോർഡും എല്ലാം ഒഴിവാക്കാനും തീരുമാനിച്ചത്. 21 ലക്ഷത്തോളം രൂപ മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെലവായത്. പ്രചാരണത്തിന് സൈക്കിൾ ഉപയോഗിക്കാനുള്ള തീരുമാനവും യാദൃശ്ചികമായിരുന്നു. ഇത് അത്രയേറെ ശ്രദ്ധ നേടുമെന്ന് കരുതിയിരുന്നതല്ല. മണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഒരു സ്കൂട്ടർ വാങ്ങാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. ആളുകളെ കാണാനും ഇടപെടാനുമെല്ലാം അതാണ് സൗകര്യം എന്നതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. എന്നാൽ സ്കൂട്ടറൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഹൈബ്രിഡ് സൈക്കിൾ കണ്ടപ്പോൾ അത് വാങ്ങി. ഇഷ്ടമായി. രാവിലെ 6 തന്നെ സൈക്കിളുമായി ഇറങ്ങും. ആ സമയത്ത് MLA വീട്ടുമുറ്റത്ത് കാണുമ്പോൾ നാട്ടുകാർക്ക് സന്തോഷമാണ്. പുതുപ്പള്ളിയിൽ IT ഹബ്ബ്, രാജ്യാന്തര സ്റ്റേഡിയം, 3000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള തീർത്ഥാടക ടൂറിസം പദ്ധതി എന്നിവയാണ് മുന്നിലുള്ള തന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹം മുൻപൊരിക്കൽ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു. കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രചാരണവുമായി രംഗത്തിറങ്ങിയപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഈ രീതികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചത്. 52,907 വോട്ടിനാണ് പുതുപ്പള്ളിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ വിജയിച്ച് സഭയിലെത്തുന്നത്. അതേസമയം ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർ രാജ്ഭവനിലെ സൽക്കാരം കഴിഞ്ഞ ശേഷം സെക്രട്ടേറിയറ്റിലെത്തി. ഓഫീസിലെത്തി മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം ക്യാബിനറ്റ് യോഗവും നടന്നു. അതിനുശേഷം സുപ്രധാന പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി VD സതീശൻ നടത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്.